ഗംഗ. ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാനിയോട് ചേർന്നുള്ള ഗോമുഖ് ആണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനമായി കണക്കാക്കി പോരുന്നത്. ഗോമുഖിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭഗീരഥി നദി ചെറുനദികളായ കേദാർ ഗംഗ, ജഹ്നാവി, ബിലഗംഗ തുടങ്ങിയവയെ കൂടെ കൂട്ടുന്നു. ഭഗീരഥി ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായി ചേരുന്നു. അവിടം മുതലാണ് നദിയെ ഗംഗ എന്ന പേർ വിളിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകി സിവാലിക് നിരകൾ മുറിച്ചു കടന്ന് ഋഷികേശിലെത്തുന്നു. ഹരിദ്വാറിലെത്തുന്നതോടുകൂടി തെക്കു പടിഞ്ഞാറായി ഒഴുകിയിരുന്ന നദി തെക്കു കിഴക്കു ദിശയിലേക്ക് മാറിയൊഴുകുന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെ ഹിമാലയത്തിലെ മഞ്ഞുരുകൽ കാരണം നദിയിൽ തന്നെ വെള്ളമുണ്ടാകും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലം നദിയിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നു. മഞ്ഞുകാലമാവുമ്പോഴേക്കും ജലനിരപ്പിൽ കുറവുണ്ടാകുന്നു. 800 കിലോമീറ്ററോളം സഞ്ചരിച്ച് അലഹാബാദിലെത്തുന്ന നദി പ്രധാന പോഷക നദിയായ യമുനയുമായി ചേരുന്നു. ഉത്തർപ്രദേശിൽ വെച്ചു തന്നെ രാംഗംഗ, ഗോമതി, ഘാഗ്ര എന്നീ നദികൾ ഗംഗയിൽ ചേരുന്നു. ബീഹാറിലെത്തുന്ന നദിയിൽ ഹിമാലയത്തിൽ നിന്നൊഴുകിവരുന്ന ഗാന്ദകി, കോസി എന്നീ നദികൾ കൂടിച്ചേരുന്നു. ബീഹാറിൽ വെച്ചു തന്നെയാണ് മധ്യപ്രദേശിലെ അമർകണ്ടക് മലനിരകൾക്ക് സമീപം ഉത്ഭവിക്കുന്ന സോൺ നദി ഗംഗയോട് ചേരുന്നത്. ബംഗ്ലാദേശിലെത്തുന്ന ഗംഗ പല വഴികളായി പിരിയുകയും ബ്രഹ്മപുത്ര നദിയുടെ ശാഖകളുമായി ചേരുകയും ചെയ്യുന്നു. പ്രധാന കൈവഴി മേഘ്ന നദിയുമായി ചേരുന്നു. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും ഗംഗയെ പദ്മ എന്നാണ് വിളിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന പ്രദേശത്ത് രൂപം കൊണ്ട ചതുപ്പുകൾ സുന്ദരവനം എന്ന പേരിൽ അറിയപ്പെടുന്നു. സുന്ദർബൻസ്. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദീമുഖം വിസ്തൃതമായ ഡെൽറ്റയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഉയർന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. ഹൂഗ്ലി മുതൽ മേഘ്ന വരെയുള്ള ചെറുതും വലുതുമായ നിരവധി കൈവഴികൾ സൃഷ്ടിക്കുന്ന ഈ ചതുപ്പിന് 1,00,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വിസ്തൃതിയുണ്ട്. തീരപ്രദേശത്ത് 320 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഡെൽറ്റയുടെ ഭൂരിഭാഗവും ബംഗ്ലാദേശിലാണ്. ഗംഗോത്രി. ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 32,000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിമാനിയെ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായി കണക്കാക്കി പോരുന്നു. 27 ഘനകിലോമീറ്റർ വ്യാപ്തിയുള്ള ഈ മഞ്ഞുകട്ടയിൽ നിന്നാണ് ഭഗീരഥി നദി രൂപം കൊള്ളുന്നത്. ഫറാക്ക ബാരേജ്. ഗംഗാനദിക്ക് കുറുകെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും 10 കിലോമീറ്റർ ഇപ്പുറം പണികഴിപ്പിച്ചിരിക്കുന്ന ഡാമാണിത്. 1975-ൽ പണി പൂർത്തിയാക്കപ്പെട്ട ഈ ഡാമിലെ വെള്ളം ജനുവരി മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലത്ത് ഹൂഗ്ലി നദിയിലേക്ക് തിരിച്ചുവിടുന്നു. ഹൂഗ്ലിയിൽ അടിഞ്ഞു മൂടപ്പെട്ടിരിക്കുന്ന മണ്ണും ചെളിയും കൊൽക്കത്ത തുറമുഖത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണ് ബാരേജ് നിർമ്മിക്കാൻ കാരണമായത്. ഗംഗാതടം. ഗംഗയും അതിൻ്റെ നിരവധി കൈവഴികളും വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽമണ്ണ് നിക്ഷേപിച്ചുണ്ടായ വിസ്തൃതമായ ഭൂപ്രദേശമാണിത്. വടക്ക് ഹിമാലയത്തിനും തെക്ക് ഡെക്കാൻ പീഠഭൂമിക്കിടയ്ക്ക് 1000-ൽ പരം കിലോമീറ്റർ നീളത്തിൽ കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഒരിടനാഴി പോലെയാണിത് സമതലം സ്ഥിതി ചെയ്യുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ ഹരിദ്വാർ, വാരണാസി, ഗയ, പ്രയാഗ എന്നിവ ഈ സമതലത്തിലാണ്. ഏഷ്യയിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശവുമാണിവിടം. ഗംഗാ കനാൽ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഏകദേശം 9,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ജലസേചനം സാധ്യമാക്കുന്നത് 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ കനാലാണ്. 1842-54 കാലഘട്ടത്തിൽ ഗതാഗതമുണ്ടായിരുന്നു. ഏകദേശം 400 കിലോമീറ്റർ നീളമുള്ള കനാലിന് 6000 കിലോമീറ്റർ നീളത്തിൽ ഉപകനാലുകളുമുണ്ട്. നമാമി ഗംഗ പദ്ധതി. 20,000 കോടിയുടെ ഈ വൻ പദ്ധതി ഗംഗയെ മാലിന്യമുക്തമാക്കുക, പരിരക്ഷിക്കുക, പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ളതാണ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായി നടപ്പിലാക്കുക, ജലോപരിതല ശുദ്ധീകരിക്കുക, നദിയിലെ ജൈവസമ്പത്ത് പരിപാലിക്കുക, ഗംഗാതടത്തിൽ വനവൽക്കരണം നടത്തുക,
വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക എന്നിവയാണ് പ്രധാന പദ്ധതികൾ. ഗ്രാമീണ ശുചിത്വം ഉറപ്പുവരുത്തുക, ശൗചാലയങ്ങൾ നിർമ്മിക്കുക, ആധുനിക രീതിയിലുള്ള ശ്മശാനങ്ങൾ നിർമ്മിച്ച് ശവശരീരങ്ങൾ ഗംഗയിലേക്ക് ഒഴുക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, കുളിക്കടവുകൾ നവീകരിക്കുക എന്നിവ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കുന്ന പദ്ധതി നഗര വ്യാവസായിക മാലിന്യങ്ങൾ നദിയിലേക്ക് തള്ളുന്നത് തടയുക എന്നതിന് പ്രാധാന്യം നൽകുന്നു. ഇതിനായി ആദ്യ 5 വർഷത്തിനുള്ളിൽ 2500 MLD ശേഷിയുള്ള ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കും. ഇത്തരത്തിൽ ശുചീകരിക്കപ്പെട്ട ജലത്തിൻ്റെ വിപണന സാധ്യതകളും പ്രയോജനപ്പെടുത്തും. ഗ്രാമതീരത്തുള്ള വ്യവസായശാലകൾ പുറന്തള്ളുന്ന മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കാൻ ഉതകുന്ന സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സംവിധാനം നടപ്പിലാക്കും. ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ 113 മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. നദിയിലേക്കുള്ള ജലമൊഴുക്ക് മെച്ചപ്പെടുത്തി നിലനിർത്തുക, ജലസേചന സൗകര്യങ്ങളും ജലവിനിയോഗവും ഫലപ്രദമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ ദീർഘകാല പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളാണ്. 30,000 ഹെക്ടർ സ്ഥലത്ത് വനം വെച്ചുപിടിപ്പിക്കാൻ പദ്ധതിയിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഗംഗ ടാസ്ക് ഫോഴ്സ്. നമാമി ഗംഗ പദ്ധതിയുടെ ഭാഗമായി ഗംഗ ടാസ്ക് ഫോഴ്സ് എന്ന പേരിൽ 4 ബറ്റാലിയൻ ടെറിട്ടോറിയൽ രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണ സേനയായിരിക്കും ഇത്. വിമുക്ത ഭടന്മാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തും. ഗംഗ ഗ്രാം യോജന. നമാമി ഗംഗ പദ്ധതിയുടെ കീഴിൽ ആവിഷ്കരിച്ച മറ്റൊരു പദ്ധതി ഗംഗാ തീരത്തുള്ള ഗ്രാമങ്ങളെ മാതൃകാ ഗ്രാമങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയാണിത്. ആദ്യഘട്ടത്തിൽ 306 ഗ്രാമങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക.